നമസ്കാരം. രോഗത്തെ പറ്റിയുള്ള മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ഇതിനെപ്പറ്റി ഒരു പുസ്തകം, അതിനെ എങ്ങനെ സമീപിക്കാം, അനിത മൂർജാനി എന്ന് പറഞ്ഞ എഴുത്തുകാരി എഴുതിയ ഡൈയിങ് ടു ബി മീ. ബുക്കിൻ്റെ പേരെന്താണ്? ഡൈയിങ് ടു ബി മീ. ഞാൻ ആരെന്നറിയാൻ, ഞാൻ ആയിത്തീരാൻ ഒരു മരണം. ആരുടെ മരണമാണ്? സ്വന്തം മരണം, അനിതയുടെ തന്നെ മരണം. അപ്പോൾ ഇത് മരണത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന ഒരനുഭവമാണ് അനിത മൂർജാനി ഈ ബുക്കിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രയോജനമുള്ള ധാരാളം ഉൾക്കാഴ്ചകൾ ഈ ബുക്ക് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. സിംഗപ്പൂരിൽ താമസിക്കുന്ന ഗുജറാത്തിയായ ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ് അനിത മൂർജാനി. അവർക്ക് ക്യാൻസറിന് വലിയ ഭയമായിരുന്നു. അതിന് കാരണങ്ങളുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ സഹോദരി ക്യാൻസർ വന്നാണ് മരിച്ചത്. അപ്പോൾ രോഗത്തിൻ്റെ പീഡ, പ്രയാസങ്ങൾ, ചികിത്സയുടെ പീഡ, ബുദ്ധിമുട്ടുകൾ, കീമോതെറാപ്പി പോലുള്ള പലതരങ്ങളായ ചികിത്സാ രീതികളിലൂടെ കടന്നു പോകുന്നതിൻ്റെ വിഷമം, ഇതൊക്കെ നേരിട്ട് മനസ്സിലാക്കി, അടുത്തു നിന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്ത്, അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറായിരുന്നു. അവരും ഇതുപോലെ ധാരാളം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത് മനസ്സിലാക്കി. അപ്പോഴൊക്കെ അവർക്ക് ഭയമാണ് ക്യാൻസറിന്. അപ്പോഴാണ് അവർക്ക് ഈ രോഗമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതോടുകൂടി ആകെ അങ്കലാപ്പിലായി. ഏതായാലും ഇംഗ്ലീഷ് ചികിത്സാരീതി, അതായത് അലോപ്പതി വേണ്ട, മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്നവർ അന്വേഷിക്കുകയും ഇന്ത്യയിൽ യോഗ ചികിത്സാരീതിയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവർ വാരണാസിയിലേക്ക് വരികയും ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ഈ ചികിത്സ തുടരുകയും ചെയ്തു. തുടങ്ങി. അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു 6 മാസത്തിനകം തന്നെ അവർ പൂർണ്ണമായും രോഗവിമുക്തയായി. അവരുടെ കഴുത്തിന് താഴെ നെല്ലിക്ക വലിപ്പത്തിൽ, നാരങ്ങ വലിപ്പത്തിൽ ഒക്കെ മുഴകൾ വരികയും അത് വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ വാരണാസിയിലെത്തുന്നത്. രോഗവുമായിട്ട് ഗുരുവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ രോഗത്തെപ്പറ്റി യാതൊരു കാരണവശാലും ആരോടും സംസാരിക്കരുത്. രോഗലക്ഷണങ്ങൾ എന്നോട് പോലും പറയേണ്ട കാര്യമില്ല. രോഗത്തെപ്പറ്റി ആലോചിക്കരുത്. അതെങ്ങനെ പറ്റും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ജീവിതചര്യ അവിടെ ലഭിക്കുമായിരുന്നു ആശ്രമത്തിൽ. കൃഷി, ഔഷധ സസ്യങ്ങളുടെയും ആഹാര സസ്യങ്ങളുടെയും ഒക്കെ കൃഷി ധാരാളമായിട്ടുണ്ട്. അതിൽ പങ്കുചേരണം. വ്യായാമ മുറകൾ, യോഗയുടെ ചില വ്യായാമ രീതികളുണ്ട്, അത് അനുഷ്ഠിക്കണം. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ആഹാരത്തിലും ജീവിതത്തിലും ചിന്തയിലും വരെ കൃത്യമായ നിഷ്ഠകൾ പാലിക്കണം. അതിനുള്ള അന്തരീക്ഷം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ രോഗവിമുക്തിയിലേക്ക് വരികയും പിന്നെ സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു 6 മാസത്തിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്കും കാണുന്നവർക്കും ഒക്കെ ചോദിക്കാനുള്ളത് ഈ ക്യാൻസറിനെ പറ്റി മാത്രം. അവർ ഓരോ പ്രാവശ്യവും ഡീറ്റെയിൽഡായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ വീണ്ടും ഭയം ഇങ്ങനെ പതുക്കെ കയറി തുടങ്ങി. വീണ്ടും അത് അസുഖത്തിലേക്ക് നീളുകയും പൂർവാധികം ശക്തിയായിട്ട് അസുഖം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ മറ്റു നിർവാഹം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ആശുപത്രിയിൽ അവരെ അഡ്മിറ്റ് ചെയ്തു. അവർ കോമാ സ്റ്റേജിലായി. ഈ കോമാ സ്റ്റേജിൽ കിടക്കുന്ന സമയത്ത് വന്ന ഒരു അനുഭവം, ഒരു അത്ഭുതകരമായ ഒരു കാര്യം. അതായത് മരിച്ചു എന്ന് വിചാരിച്ചയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, ഒരു ഉൾക്കാഴ്ചയോടുകൂടി. അപ്പോൾ അത്
സത്യസന്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ്. കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് അവർ എഴുതിയിരിക്കുന്നത്. നിനക്ക് മരിക്കാൻ സമയമായിട്ടില്ല, നീ തിരിച്ചു പോകൂ എന്ന് മരിച്ചുപോയ അച്ഛൻ അവരോട് പറയുന്നതായിട്ടൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഈ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ ഭയമാണ് ക്യാൻസറിലെ അവരിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ഉണ്ടായാൽ യൂട്യൂബിലും മറ്റും തിരയുകയും അതിനെപ്പറ്റി കൂടുതലറിയാൻ ശ്രമിക്കുകയും വെറുതെ ചർച്ച ചെയ്യുകയും വിദഗ്ധരല്ലാത്ത ആളുകളുമായിട്ട് വെറുതെ ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മളിൽ ഭയം വളർത്തുകയുള്ളൂ. ഈ ഭയം ആ രോഗത്തെയോ സമാനമായ മറ്റേതെങ്കിലും രോഗത്തെയോ നമ്മളിലേക്ക് ആകർഷിക്കുകയും നമ്മളിലേക്ക് ആ രോഗം എത്തിച്ചേരുകയും ചെയ്യും. ഈ പുസ്തകം നമ്മളിലേക്ക് ധാരാളം ഉൾക്കാഴ്ചകൾ വരെയും നൽകുന്നുണ്ട്. അതിലേക്ക് സാവകാശം പറയാം. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അസ്വാസ്ഥ്യം ഉണ്ടായാൽ നമ്മളായിട്ട് രോഗം നിർണ്ണയിക്കാൻ ശ്രമിക്കാതെ, അതിൻ്റെ ചികിത്സിക്കുന്ന രീതികൾ നോക്കാതെ വിദഗ്ധനായ ഒരു ചികിത്സകൻ്റെ സഹായം തേടുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് അനിത മൂർജാനിയുടെ ഡൈയിങ് ടു ബി മീ എന്ന പുസ്തകം. നന്ദി.